1 രാജാക്കന്മാരുടെ പുസ്തകം 21 അധ്യായം 3 വാക്യം. നാബോത്ത് അഹാബിനോട്, ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുതേ എന്ന് പറഞ്ഞു. ഇവിടെ ആഹാബ് എന്ന് പറയുന്ന രാജാവും ഇസബേൽ എന്ന് പറയുന്ന ആളിൻ്റെയും അകത്തൊരു മോഹം. അവരുടെ കൊട്ടാരത്തിനടുക്കൽ കിടക്കുന്ന നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം വെട്ടിക്കളഞ്ഞേച്ച് അവിടെ ഇപ്പം ചീരത്തോട്ടം ഉണ്ടാക്കണം. ഇപ്പം ആഹാബ് ഇസബേലും കണ്ണു തുറന്ന ഉടനെ കാണുന്നത് ആരുടെ മുന്തിരിത്തോട്ടമാണ്? നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടമാണ്. ഇപ്പം ഈയിടെ ഇവരുടെ അകത്തൊരു പുതിയൊരു ചിന്ത വന്നേക്കുക. ഈ മുന്തിരിത്തോട്ടം ഇവിടെ വേണ്ട, ഈ വീട്ടുകാർ ഇവിടെ വേണ്ട, ഇവരിവിടെ താമസിക്കണ്ട, ഇവരിവിടെ സ്വസ്ഥമായിട്ട് അങ്ങനെ സുഖിക്കണ്ട എന്ന് പറഞ്ഞ എതിരികൾ എഴുന്നേക്കുക. പക്ഷെ അവിടെ ദൈവത്തിന് സ്തോത്രം. ഞാനൊരു കാര്യം പറയാം, നിനക്കെതിരെ അവയുള്ള ചില എതിര് ദൈവം മേളിയിരുന്ന് കാണുന്നുണ്ട്. ചില എതിർപ്പുകൾ ദൈവം കാണുന്നുണ്ട്. ചില ഗൂഢാലോചന ദൈവം കാണുന്നുണ്ട്. ഓ, മനസ്സിലായവർ സ്തോത്രം ചെയ്യുക. കർത്താവേ, ഇന്ന് ദൈവത്തിൽ തന്നെ മറുപടി വരാൻ പോകുക. ഇപ്പൊ ഇവരുടെ വീട്ടിലെ സംസാരമായി ഈ മുന്തിരിത്തോട്ടം വെട്ടിയിട്ട് എന്തോ നടണം, അവിടെ ചീര നടണം. നിന്റെ പ്രോപ്പർട്ടിയിൽ എന്തു നടണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കാവുള്ളേ. അല്ലാതെ നിന്റെ പ്രോപ്പർട്ടിയിൽ എന്തു നടണമെന്ന് തീരുമാനിക്കുന്നത് ആഹാബല്ല. ആമീൻ പറയാമെങ്കിൽ പറയണം. നിന്റെ വീട്ടിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നീയാ. ഇവിടെ നിന്നോണ്ടൊരു വെളിപ്പാട് ഞാൻ പറയാം. മാനുഷിക തീരുമാനങ്ങൾ നിന്റെ വീട്ടിൽ നടക്കത്തില്ല. എത്ര പേർ ആമീൻ പറയും? എത്ര പേർ ആമീൻ പറയും? എത്ര പേർ ആമീൻ പറയും? അതിനെതിരെ എന്തെല്ലാം ഗൂഢാലോചന വന്നാലും ദൈവം അത് പൊളിക്കാൻ പോവാ. ചിലർ ഒരുങ്ങി ഇറങ്ങി തിരിച്ചിരിക്കുക. ചിലർ നിനക്കെതിരെ ആമീൻ ജീസസ് കൊമ്പ് വിടർത്തിക്കൊണ്ട് എഴുന്നേറ്റേക്കുക. പക്ഷെ ദൈവം പറയുന്നത് പേടിക്കണ്ട, ഇത് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ഇച്ചിരൂടെ ശാന്തമായി ശ്രദ്ധിച്ചേ. എനിക്ക് നിങ്ങൾ ആരാധിക്കുന്നത് ഭയങ്കര ഇഷ്ടമാ, പക്ഷെ ഈ ദൂത് നിങ്ങളുടെ അകത്ത് കയറണം. ഇന്ന് രാത്രിയിൽ നിന്റെ കുടുംബ പ്രാർത്ഥന ഇറങ്ങുന്ന പ്രാർത്ഥനയായിരിക്കും. എൻ്റെ കാരണം എന്താ? നിന്റെ വീടിനകത്ത് നീ പ്രാർത്ഥിക്കുമ്പോൾ ചില മാനുഷിക ശക്തികൾ, നിന്റെ സംശയം വെറുതെയല്ല, നിനക്ക് ദൈവ സ്വപ്നം തന്നത് വെറുതെയല്ല, നീ പ്രാർത്ഥന കണ്ട വ്യക്തി വെറുതെയല്ല. ഇസബേലേ, ആഹാബേ, നിന്റെ പദ്ധതി ഇവിടെ നടക്കുകയില്ല. മനുഷ്യരെതിരെ പ്രവർത്തിക്കാറുണ്ട്. നിങ്ങൾക്കറിയാമോ, ഒരു പരിധിവരെ മനുഷ്യ ജീവിതത്തിലുണ്ടാകുന്ന സകല പരാജയത്തിനും പിമ്പിൽ ചില മാനുഷിക ശക്തികൾ തന്നെയാണ്. ഞാൻ അടുത്ത ഭാഗം വിവരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് വെളിപ്പെടുത്തി തരാം. പൗലോസിന്റെ ശുശ്രൂഷയ്ക്കെതിരെ 40-ലധികം പേർ വെള്ളവും ആഹാരവും കുടിക്കത്തില്ലെന്ന് പറഞ്ഞ് ശപഥം ചെയ്തിരിക്കുന്ന അനുഭവം ബൈബിളിലുണ്ട്. അവനെ കൊന്നുകളയുവോളം ചില മാനുഷിക കഠിന തീരുമാനങ്ങൾ നിന്റെ മൂവ്മെന്റ്സിനെതിരെ ഉണ്ട്. അത് വെളിപ്പെടുത്താനായി യോഗം ദൈവം വച്ചേക്കുന്നത്. പക്ഷെ ദൈവാത്മാവ് ഉറപ്പ് തരിക, നിനക്കെതിരെ വരുന്ന ഒരായുധവും ഫലിക്കയില്ല. ഒരിക്കലും ഇതേപോലൊരു യോഗം ഈ ഹോളിൽ നടക്കുമ്പോൾ, സ്തോത്രം, ഷൈജൻ എന്ന് പേരുള്ള ഒരാൾ, ഞാൻ പേരെടുത്ത് പറയുക, മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പോയിട്ടു ആ മനുഷ്യൻ പോകുന്നില്ല. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എന്നോട് പറഞ്ഞു, എനിക്കൊരു 2 മിനിറ്റ് വർത്താനം പറയണം. ഞാൻ പറഞ്ഞു, ഇന്നൊട്ടും സമയമില്ല, അല്ല ഇന്ന് കേൾക്കണം, കാരണം അല്ലേ ഞാൻ ഇന്ന് രാത്രി ഉറങ്ങത്തില്ല. ഞാൻ പറഞ്ഞു, പറ. ഞാൻ അദ്ദേഹം കൊണ്ട് അങ്ങ് ചേറിട്ടേക്കുന്ന സ്ഥലത്ത് പോയി. പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ ഒരു മനുഷ്യനും കൂട്ടിയേർന്നൊരു ബിസിനസ് നടത്തി. ആ ബിസിനസ് പരാജയപ്പെട്ടു പോയി. ഞാൻ അടുത്തൊരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ് പരാജയപ്പെട്ട് 80 ലക്ഷം രൂപ കടമുള്ളവനായിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത്.
ഞാൻ പറഞ്ഞു കടം മാറാൻ ഞാൻ പ്രാർത്ഥിക്കാം. അതല്ല ബ്രദർ, ഒന്ന് കേൾക്ക് ബ്രദർ. ഞാൻ ചോദിച്ചു പറ. എൻ്റെ കൂടെ ബിസിനസ് ചെയ്തവൻ എനിക്ക് ദോഷമായി ചെയ്തു എന്നൊരു തെറ്റിദ്ധാരണ എൻ്റെ അകത്ത് കയറിയിട്ട് അവനെ തീർത്ത് കളയാൻ ഞാൻ ചെയ്ത ദുഷ്പ്രവൃത്തി എനിക്ക് ബ്രദറിനോട് പറയാൻ പറ്റത്തില്ല. അതുപോലെ ചെയ്തു. അവനൊരു മാനസിക രോഗി പോലെ ആയിപ്പോയി. പക്ഷേ എൻ്റെ ബിസിനസ് പൊട്ടി അവനേക്കാൾ മാനസിക രോഗി പോലെ ഞാനായിപ്പോയി. ഞാൻ ഒരു നിമിഷം ഓർത്തുപോയി, കൂടെ ബിസിനസ് ചെയ്തവർ ഒരു പാത്രത്തിൽ കഴിച്ചവർ ആരോ പറഞ്ഞ തെറ്റിദ്ധാരണയുടെ ബന്ധത്തിൽ അവൻ എതിരാളിയായി. ഇനി ശ്രദ്ധിച്ചു കേൾക്കണം. ഇവൻ ക്രൈസ്തവ പാരമ്പര്യമുള്ള ഒരു പുരോഹിതൻ്റെ അനുജൻ്റെ മകനാണ് ഈ ഷൈജൻ. അതിക്കുള്ള പറയാൻ എനിക്ക് അനുവാദമില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞ് ക്രൈസ്തവ പാരമ്പര്യത്തിൽ ചേരാത്ത പല ദുർമന്ത്രങ്ങളും ഞാൻ അവനെതിരെ ചെയ്തു. മാനുഷിക എതിർപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എല്ലാവർക്കും അതുണ്ടെന്നല്ല. ഇപ്പം നോക്കിക്കേ, വലിയൊരു കടബാധ്യതയിലായിട്ട് അവന് കുറ്റബോധമായ യോഗത്തിലുണ്ടാവുക. ഞാൻ ചെയ്തതിൻ്റെ തിക്താനുഭവമാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത്. ഞാൻ ചിലരോട് ചുമ്മാതെ ഹൃദയം തുറന്നൊന്ന് ചോദിക്കട്ടെ. കർത്താവിനെ കണ്ടൊരു ദൈവമക്കൾക്ക് എപ്പോഴും ഉണ്ടാകേണ്ട ഒരു കാര്യം, മറ്റാരെയും ദ്രോഹിക്കുന്ന മെൻറ്റാലിറ്റി നമുക്കുണ്ടാകാൻ പാടില്ല. ഒന്ന് കൈ കൊടുത്ത് പറ, വേറെ ആരെയും നിങ്ങൾ ദ്രോഹിക്കാൻ പാടില്ലെന്ന് പറ. വേറെ ആരെ വാക്കുകൊണ്ടും ചിലര് എല്ലാവരുടെയും കുറ്റം പറഞ്ഞിട്ട് കുത്തിയിരുന്ന് അന്യഭാഷ പറയും. വെറുതെയാ. അങ്ങനല്ല, നമ്മൾ ആരെയും ദ്രോഹിക്കാൻ പാടില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഒരു യഥാർത്ഥ ദൈവ പൈതല് ഒരു ഭിക്ഷക്കാരനെ വഴി കണ്ടാലും അവൻ്റെ മനസ്സലി. നിങ്ങളോർക്കണം, നമുക്ക് നല്ല പൈസയും നല്ല വണ്ടിയൊക്കെ തന്നേ അടിപൊളിയായിട്ട് KPS മുമ്പിലിട്ട് പാർക്ക് ചെയ്തൊരു യോഗത്തിനൊക്കെ കയറുമ്പോഴേ ഒരു ഭിക്ഷക്കാരൻ വഴിയിൽ നിന്ന് ഇറക്കുമ്പോൾ ഇവനൊക്കെ ഏതാണ്ട് ചെയ്തതിൻ്റെ ദോഷമാണെന്നല്ല, ആ ഭിക്ഷക്കാരനായിട്ട് നിനക്കും ജനിക്കായിരുന്നു. പക്ഷെ നിനക്ക് നല്ല വീട്ടിൽ ജനിക്കാനുള്ള മഹാഭാഗ്യം ദൈവം തന്നു. മനസ്സിലായവരെ സ്തോത്രം ചെയ്യാവൂ. ഒരു ക്യാൻസർ രോഗിയെ കാണുമ്പോൾ അയ്യോ അവന് ക്യാൻസർ വന്ന് തള്ളരുത്, നിനക്കും വരാമായിരുന്നു ക്യാൻസർ. അതുകൊണ്ട് ഒരു രോഗിയെ കാണുമ്പോൾ സഹതാപമുണ്ടാകണം, അവന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ധൈര്യമുണ്ടാകണം. അവിടെയാണ് ഒരു ദൈവപൈതൽ വിജയിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം, കുറേ നേരം കൈയടിക്കുമ്പോൾ ദൈവം പ്രസാദിക്കുമെന്നല്ല, നിന്റെ ഓരോ മൂമെന്റ്സും ദൈവം കാണുന്നു. നോർത്ത് നോക്കിക്കേ, ചിലരെ ദ്രോഹിച്ചേ മാറൂ, തകർത്തേ മാറൂ എന്ന് പറഞ്ഞ് എഴുന്നേക്കുന്ന മനുഷ്യരുണ്ട്. 40 പേര് എഴുന്നേറ്റു. പക്ഷെ എഴുന്നേക്കുന്നതിന്റെ തലേ രാത്രി പൗലോസിന്റെ അടുക്ക ദൈവം ചെന്ന് പറഞ്ഞു, പൗലോസേ ഭയപ്പെടാതെ പ്രസംഗിക്ക. നീ ഇവിടെ സാക്ഷി പറഞ്ഞതുപോലെ റോമിലും നീ സാക്ഷി പറയും. ഒരാമീൻ വരുന്നില്ല. അതിന്റെ കാരണം എന്താ? ദൈവത്തിന് സ്വന്തം ആരെതിരായി എഴുന്നേറ്റാലും നിന്നെ ദൈവം നടത്തും. പക്ഷെ ഇന്നത്തെ സന്ദേശം ചില മാനുഷിക എതിർപ്പുകൾ, ചില മാനുഷിക എതിരാളികൾ ഈ ദിവസങ്ങളിൽ നിന്റെ മുമ്പിൽ മുട്ടുകുത്താൻ പോവുക. ഓ ദൈവം നിനക്ക് അനുകൂലമെന്ന്, ഓ യേശുവിൻ്റെ നാമത്തിൽ. ഇനി ഇച്ചിരുടെ ശ്രദ്ധിച്ചേ, നിങ്ങളുടെ മനസ്സിനകത്ത് ഇതെല്ലാം ഒന്ന് സ്വരുക്കൂട്ടി വെക്കണം. എനിക്ക് കർത്താവ് തന്ന ബോധ്യം, ചില മാനുഷിക എതിർപ്പുകൾ ബ്രേക്കായാൽ നിന്റെ 80% പ്രശ്നങ്ങൾ വിടുവിക്കപ്പെടും. ഒരാമയും വരുന്നില്ല. ഹല്ലേലൂയ. ദൈവം അനുവദിച്ചാൽ നീ ഇവിടെ വരുമ്പം പല പ്രശ്നത്തിൻ്റെ മറുപടി നിന്റെ വീട്ടിൽ വെളിപ്പെട്ടിട്ടായിരിക്കും. എനിക്കെന്തോ ഒരു വലിയ ദൈവത്തിൻ്റെ മൂവ്മെൻറ്റ് ഞാൻ കാണുന്നു. എവിടൊക്കെയോ നിന്നോട് വാദിക്കുന്നവരോട് ദൈവം വാദിക്കും, നിന്നോട് പൊരുതുന്നവരോട് ദൈവം പൊരുതും. ചില മാനുഷിക എതിർപ്പുകൾ മുട്ടുകുത്തുന്നു, ചില മാനുഷിക എതിർ ശക്തികൾ പരാജയപ്പെടുന്നു. സങ്കീർത്തനത്തിലുണ്ട്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. ബാക്കി പറയാമോ?
മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും? 118 സങ്കീർത്തനം 6-7 വാക്യം. സ്തോത്രം, ഹല്ലേലൂയ. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? കണ്ടോ, ഒരു ദൈവവൈദ്യന്റെ ധൈര്യം കണ്ടോ. യഹോവ എൻ്റെ അപ്പുറത്ത് ഗൂഢാലോചന നടത്തിക്കൊണ്ട് നമുക്ക് പേടിയില്ല. പേടിയുണ്ടോ? ഇല്ല. മിണ്ടുന്നില്ല. ഒരിക്കല് വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടായപ്പം ഭീഷണിപ്പെടുത്താൻ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ താമസിക്കുന്ന വീട്ടിലെ കട്ടിലിൻ്റെ കീഴിൽ ഞങ്ങൾ ബോംബ് വെച്ചിട്ടുണ്ടെന്നാ ഫോണ്. അപ്പം ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, രാത്രി ഞാൻ വെള്ളം ഒഴിച്ചത് നിർവീര്യമാക്കിയായിരുന്നെന്ന്. നിങ്ങൾ മിണ്ടുന്നില്ല. മാനുഷിക എതിർപ്പ്. ചിലരൊക്കെ നമ്മളോട് സൂക്ഷിച്ചോണമെന്ന് പറയുന്നത് അവൻ ചില വാർത്ത കേട്ടിട്ടാ. പക്ഷെ നീ സൂക്ഷിക്കണ്ട, നിന്നെ ദൈവം സൂക്ഷിച്ചോളൂ. ഒരു ദൈവത്തിന്റെ ധൈര്യം. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? സ്തോത്രം. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, അവിടെ വായിച്ചിട്ട് ഞാൻ ഈ ഭാഗത്തോട്ട് തിരിച്ചു വരാം. എബ്രായർക്ക് എഴുതിയ ലേഖനം, സ്തോത്രം 13-ാം അധ്യായം 5-6 വാക്യം. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. അടുത്തത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. അടുത്തത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ. ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. നല്ല മലയാളം, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ധൈര്യത്തോടെ പറയാം. ഓ ഹല്ലേലൂയ. ചെറുടെ ഗഹനമായിട്ട് ഈ സന്ദേശത്തെ ഒന്ന് കൊണ്ടുപോകട്ടെ. അപ്പം ചില സ്ഥലങ്ങളിൽ മനുഷ്യനെതിരാകാറുണ്ട്. ആ എതിർപ്പുകളുടെ പ്രകടനം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആഹാബിൻ്റെ കൊട്ടാരത്തിനടുക്കൽ നാബോത്തിനൊരു മുന്തിരിത്തോട്ടമുണ്ട്. ഇപ്പൊ ഇസബേലിന് ആ മുന്തിരിത്തോട്ടം വെട്ടിയിട്ട് എന്തു ആക്കണം? അതിനെ നശിപ്പിച്ചിട്ട് അവര് പ്ലാൻ ചെയ്തത് നടണം. ഞാനൊരു തുടക്കത്തിലേ പറയാം, ചില എതിരാളികളുടെ പ്ലാൻ നിന്റെ വീട്ടിൽ നടക്കുകയില്ല. അതാ ഇന്നത്തെ ദൂത്. നടക്കുകയില്ല, നടത്താൻ ശ്രമിക്കണ്ട, നടക്കുകയില്ല. കാരണം അവൻ്റെ കൂടെ ദൈവമുണ്ട്. പിന്നെ അതിനു വേണ്ടി ഒരു ഉപവാസം വെച്ചു. ഉപവാസത്തിൽ നാബോത്തിനെ ക്ഷണിച്ചു. കല്ലെറിഞ്ഞു. ഭയങ്കര പരിപാടിയാണ്. ആധാരം എഴുതാൻ അങ്ങോട്ട് പോയപ്പോൾ ഒരു പ്രവാചകൻ ഇങ്ങോട്ട് വരുന്നു. ഉണ്ടെന്നില്ല. നീ എങ്ങോട്ട് പോവുക? അതെ, വസ്തു രജിസ്റ്റർ ചെയ്യാൻ പോവുക. ദേ, അവൻ്റെ രക്തം നക്കിയടത്ത് വെച്ച് തന്നെ നിന്റെ രക്തം നക്കും. ഈ അവൻ പറഞ്ഞൊരു വാക്യമുണ്ട്, ഇതെൻ്റെ പിതാക്കന്മാരുടെ അവകാശമാണ്. പൗലോസ്ലീഹ വിധിക്കപ്പെടാൻ ചെയ്ത നീതിപീഠത്ത് മുമ്പിൽ നിന്നോട് പറയാം, ഞങ്ങളുടെ പിതാക്കന്മാർ രാപ്പകൽ ആരാധിച്ചിട്ട് എത്തിപ്പിടിക്കാൻ ആഗ്രഹിച്ച വാഗ്ദത്തത്തെ സംബന്ധിച്ച ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നു. പിതാക്കന്മാരുടെ അവകാശം ആരാധനയാ. അങ്ങനെങ്കിൽ നിന്റെ മുന്തിരിത്തോട്ടം ആത്മനിറവാ. അതിനെ നശിപ്പിക്കുന്ന ഇസബേലുമാർ ഒരു വശത്ത് തലപൊക്കിയാൽ നീ പേടിക്കരുത്. നിന്റെ വീട്ടിലെ ആരാധന തീർക്കാൻ, നിന്റെ കുഞ്ഞിനെ പ്രയറിനിരുത്താത്ത, നിന്റെ വീടിനകത്തെ മുന്തിരിയെ തകർത്ത് കൈപ്പിച്ചീര നടുവാൻ. ഞാൻ ചുമ്മാ ചോദിക്കട്ടെ, പണ്ടൊക്കെ ക്രൈസ്തവരുടെ വീടിൻ്റെ മുറ്റത്തൂടെ പോയാൽ അതിരാവിലെ ഒരു പാട്ടുണ്ട്, മനമേ പക്ഷി. ഇന്ന് എവിടെയെങ്കിലും ഉണ്ടോ ആ പാട്ടിപ്പോൾ പാടി? എത്ര പേർക്കറിയാം? മോളുമല്ല, ഉണ്ടെന്നില്ല.
വൈകിട്ടൊരു പ്രാർത്ഥനയുണ്ട്, പരമപിതാവിന്. ഇവിടെ ഉണ്ട്. നാളെ ഒരാൾ പറഞ്ഞു, ഇപ്പം ഞങ്ങൾ യൂട്യൂബിലെ പാട്ടിട്ടേച്ച് കൂടെ അങ്ങ് പാടുക. ഉണ്ടെന്നില്ലല്ലോ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. എവിടെ പോയി? എപ്പോഴും ഓർക്കണം, നിന്റെ മുന്തിരിത്തോട്ടം. വേദപുസ്തകത്തിൽ യേശു പഠിപ്പിച്ചൊരു ഭാഗം ഞാൻ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരട്ടെ. എൻ്റെ പിതാവ് തോട്ടക്കാരൻ, ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ ആ മുന്തിരിയിലെ കൊമ്പ്. ശ്രദ്ധിക്കണം, മുന്തിരിവള്ളി എന്താന്ന് കേട്ടെ, നിന്റെ ആത്മീയ അനുഭവമാണ്. ഇന്ന് ഇസബേലിൻ്റെ നോട്ടം അതിനെ വെട്ടിയച്ച് നിന്റെ വീട്ടിൽ കഴിക്കുന്ന ചീര, അത് തോരൻ വെച്ച് നീ തിന്നോണം. എന്നാ ദൈവം പറയാ, അനുവദിക്കുകയല്ല ഒരു ഇന്ന് നിന്റെ കുഞ്ഞിൻ്റെ മേലെ വരെ വിടുതൽ വരട്ടെ. നിന്റെ സന്തതി നിമിത്തം നീ അനുഭവിക്കുന്ന കയ്പ് ഇന്നത്തെ പ്രയറിൽ പൊട്ടണം. നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ, നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. ഞാൻ നിങ്ങളോട് പറയാം, പല യൗവനക്കാരുടെയും ജീവിതം ഇന്ന് കയ്പ് ചീരയായിരിക്കുക. പേഴ്സണലി കാണാൻ വരുമ്പം ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം കൂടെ ഒരു പയ്യനെൻ്റെ അടുക്കൽ വന്നു. നല്ല ജോലിയുണ്ട്, 1 ലക്ഷം രൂപ ശമ്പളമുണ്ട്. സ്തോത്രം. പുള്ളി പറയാ, എനിക്ക് മാനസാന്തരപ്പെടാൻ ആഗ്രഹമുണ്ട്, ഒന്ന് മാനസാന്തരപ്പെടാൻ ആഗ്രഹമുണ്ട്. എന്നിട്ട് പുള്ളി ചെയ്തു കൂട്ടുന്ന ഒരു 13 പാപങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ തലേ കൈവച്ചു പോയി. ഞാൻ പറഞ്ഞാടാ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല, നീ പോയിച്ചു വേറൊരു ദിവസം വാ. കണ്ട എന്നെ അടിപൊളിയാ. ഞാനൊരു കാര്യം പറയാം, അതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു മനസ്സിലായി, സാധാരണ വിശ്വാസി കാഹള ഊതണ്ട, കാഹളത്തിൻ്റെ ആദ്യത്തെ ശബ്ദം വരുമ്പോഴേ പോകും. നിങ്ങൾ തിരിച്ചറിയണം, ഒത്തിരി പേരുടെ വീട് ചീരത്തോട്ടമാക്കി കഴിഞ്ഞു. എനിക്ക് ദൈവാത്മാവ് തരുന്നൊരു ബോധ്യം പറയാം, ചില മാനുഷിക സ്പിരിറ്റ് ഇന്നത്തെ പ്രയർ ബ്രേക്ക് ചെയ്യണം. നിന്റെ കുടുംബത്തിന് ചുറ്റും മനുഷ്യൻ വിരിച്ച വല, മനുഷ്യൻ ഒരുക്കിയ വലയം, കുഞ്ഞുങ്ങളുടെ ബുദ്ധിമണ്ഡലത്തെ തിരിച്ച ആ ദുർവ്യാപാരം ഇന്നത്തെ പ്രയറിൽ. ഞാൻ ഒരു ചെറിയ അനുഭവം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരട്ടെ, ശ്രദ്ധിക്കണം. ഒരു ചെറിയ അനുഭവം പറയാം. ഒരു ഉന്നതമായ കുടുംബത്തിൽ ഒരു അനുഗ്രഹിക്കട്ടെ അപ്പനും അമ്മയ്ക്കും ഉണ്ടായ 2 മക്കള്. ഒരു ദിവസം അപ്പനും അമ്മയും നിർബന്ധിതരായിട്ട് ഞാൻ ആ വീട്ടിൽ പോയി. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പം ആ വീട്ടിലെ മൂത്തമ്മ മോളിൽ നിന്ന് ഇറങ്ങി വരിക. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. അമ്മ പറഞ്ഞു, കാപ്പി കുടിച്ചിട്ട് പോടാ. അവൻ എന്തോ പിറുപിറുത്തോണ്ട് പോയി. ഞാനിവിടെ നിന്നപ്പോൾ അമ്മയ്ക്ക് ഒരു ചമ്മല. അമ്മ ഇച്ചിരുടെ ധൈര്യത്തോട് പറഞ്ഞു, നിന്നോടാ പറഞ്ഞ കാപ്പി കുടിച്ച് വെച്ച് പോവാൻ. ഇവൻ അങ്ങോട്ട് വന്ന് ആ കാപ്പി എടുത്ത് നിലത്തടിച്ച് വെച്ച് പോയി. എൻ്റെ അമ്മ പറയുക, ഫാസ്റ്ററേ, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രവചിക്കുന്നവനായിരുന്നു ഇവൻ. എത്രയോ വീടുകൾക്കകത്തുനിന്ന് മുന്തിരിവള്ളിയുടെ അനുഭവത്തെ ഇല്ലാതാക്കി ഇന്നും ചീര നടുന്ന ചില ഇസബേലിയ സ്പിരിറ്റ്, ചില മാനുഷിക തലം, ചിലയിടത്ത് തലപൊക്കി നിൽക്കുമ്പം ദൈവം പറയുക, എനിക്കിന്ന് അതിനകത്ത് ഇടപെടാനുണ്ട്. സന്തതികളുടെ ആത്മീയതയെ തച്ചുടച്ച് കളഞ്ഞ്, സന്തതിയുടെ ഭാവികളെ തച്ചുടച്ച് കളഞ്ഞ്, പാട്ടും പ്രാർത്ഥനയുമുള്ള വീടിനെ പരാജയത്തിൻ്റെ ഭവനമാക്കിയ അസ്ത്രങ്ങളുടെ മേൽ ഇന്ന് ദൈവത്തിന് ജയം. നിന്റെ കുഞ്ഞൊരു വഴക്കുണ്ടാക്കിയാൽ ഇരിക്കട അവിടെ എന്ന് പറഞ്ഞാൽ നിന്റെ മോൻ ഇരിക്കുന്ന അപ്പനും അമ്മയും 1000 സ്തോത്രം പറഞ്ഞോണു. മിണ്ടുന്നില്ല. മാറി നിന്ന് എന്തൊക്കെ പെറുപെറുത്താലും ഡാഡി ഡാഡി അടിക്കല്ലേ എന്ന് പറയുന്ന, ഡാഡി ഡാഡി ഇനി ചെയ്യത്തില്ലെന്ന് പറയുന്നൊരു കുഞ്ഞ് നിനക്കുണ്ടെങ്കിൽ തുള്ളിച്ചാടിക്കോണം. മിണ്ടുന്നില്ല. ചില പിള്ളേരോട് ഇടപെടണമെങ്കിൽ പ്രത്യേക കൃപ വേണം. സ്തോത്രം. ഞാൻ ആ ഭാഗം പറഞ്ഞ് വിടുക. മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കുന്ന മാനുഷിക ശക്തികൾ. ഇനി ചിലർക്കെതിര് മനുഷ്യരാ, പക്ഷെ ചിലർക്കെതിര് വീട്ടുകാരാ. മത്തായി സുവിശേഷത്തിലുണ്ട്, അവൻ്റെ ശത്രുക്കൾ അവൻ്റെ വീട്ടുകാർ തന്നെ. സ്തോത്രം. ഇപ്പൊ ചിലർക്ക് രക്തബന്ധങ്ങളാ ശത്രുക്കൾ. സ്തോത്രം.
നമുക്ക് ആ ഭാഗം കൂടെ ഒന്ന് ധ്യാനിക്കുമ്പം ഏകദേശം ഇന്നത്തെ ദൂത്, ദൈവത്തിന് സ്തോത്രം. മത്തായി സുവിശേഷം 10-ാം അധ്യായം 36-ാം വാക്യം, മനുഷ്യൻ്റെ വീട്ടുകാർ തന്നെ അവൻ്റെ ശത്രുക്കൾ. ഒന്ന് വായിച്ചു കേൾപ്പിച്ച്. മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും. മതി. മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രു. എല്ലായിടത്തും അല്ല കേട്ടോ, ബൈബിളിൽ ഉത്തമ ഉദാഹരണങ്ങളുണ്ടല്ലോ. ചിലർ പറയാറുണ്ട് നാട്ടുകാരെതിരായ ക്ഷമിക്കാം, പക്ഷെ വീട്ടുകാരെതിരായ. ഒരു കുടുംബത്തിൽ പറഞ്ഞ ആളാ കായീന് ഹാബേലും, രണ്ടുപേരും ആരാധിക്കുന്നവരുവാ. നമുക്ക് ആരാധിക്കാത്തവരുടെ കാര്യം പറയണ്ട, ആരാധിക്കുന്നവരുടെ കാര്യം പറയാം. പാസ്റ്ററെ, ആരാധിക്കാത്തവൻ്റെ കാര്യം ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ആരാധിക്കുന്നവരുടെ കാര്യം പറയാം. അപ്പോൾ ഒരുവൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു, മറ്റവൻ്റെ ആരാധനയിൽ പ്രസാദിച്ചില്ല. ദൈവം നേരിട്ട് വന്ന് പറഞ്ഞു, കായീനെ, നന്മ ചെയ്യുന്നെങ്കിൽ നിന്നിലും ഞാൻ പ്രസാദിക്കും. എന്നിട്ട് പറയാ, പാപം വാതുക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാ, നീയോ അതിനെ, അല്ലെങ്കിൽ നിന്നെ ഇപ്പം അത് കീഴടക്കും. ദൈവം ഡയറക്റ്റ് പറയാം, നിന്നെ അത് കീഴടക്കുമ്പോൾ നീ അതിനെ കീഴടക്കണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഇവിടെ കായീന് ഹാബേലും അവിടെ നിൽക്കട്ടെ. നിങ്ങളെ കീഴടക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളെ കീഴടക്കുമ്പോൾ നിങ്ങൾ അതിനെ കീഴടക്കണം. ഞാൻ ഒരിച്ചിരി ഒന്ന് വിവരിക്കാം നിങ്ങൾ മനസ്സിലാകാൻ. ചില ചിന്തകൾ നിന്നെ കീഴടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നീ ആ ചിന്തകളെ കീഴടക്കണം. എന്നോട് ഹോളി സ്പിരിറ്റ് ഇപ്പോൾ ഒരു ദൂത് ഇവിടെ വെച്ച് പറയുന്നു, ചിലരുടെ ചിന്താമണ്ഡലം പരിശുദ്ധാത്മാവ് അഴിച്ചു പണിയാൻ പോവാ. ജീസസ്, നിന്നെ സ്വപ്നലോകത്ത് കൊണ്ടു നടക്കുന്ന ദുരാത്മാവിൻ്റെ സങ്കേതങ്ങൾ ഇന്ന് പൊട്ടും. അരുതാത്തതിനകത്തു നിന്നെ ആനന്ദം കണ്ടെത്തിക്കുന്ന അന്ധകാര ശക്തികൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ നിന്റെ മനമുകുരത്തുനിന്ന് കെട്ടഴിഞ്ഞു പോകുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുക. നിന്റെ ചിന്താമണ്ഡലത്തിൽ ദുഷ്ടൻ കൊണ്ടുവിട്ട അസ്ത്രങ്ങളെ ഇന്നത്തെ പ്രാർത്ഥനയിൽ യേശു അഴിക്കുക. അടുത്തിരിക്കുന്ന ആളെ തൊട്ട് പറ, ചിന്താമണ്ഡലം ഒന്ന് ഫ്രീ ആകട്ടെ എന്ന് പറ. ചിരിച്ചു പറ, ചിന്താമണ്ഡലം ഒന്ന് ഫ്രീ ആകട്ടെ എന്ന് പറ. അടുത്തിരിക്കുന്ന ആളെ നോക്കി പറ, നിങ്ങളുടെ ചിന്താമണ്ഡലം ഒന്ന് ഫ്രീ ആകട്ടെ. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, ഒന്നും നമ്മളെ കീഴടക്കാൻ പാടില്ല. നമ്മൾ സകലത്തെയും എന്ത് ചെയ്യണം? സ്തോത്രം. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. കായീനെ, പാപം വാതുക്കൽ കിടക്കുന്നു. ആരാ പറയുന്നേ? ദൈവം. പ്രവാചകനല്ല. ആണോ? ആണോ? അല്ല. ദൈവം പറയുക, അതിൻ്റെ ആഗ്രഹം നിന്നോടാ, നീയോ അതിനെ ആരാധിച്ച് കൃപ പ്രാപിച്ചോ, അതിനെ കീഴടക്കണം. ചോദ്യം, അവൻ കൃപ പ്രാപിച്ചോ? ഇല്ല. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യം. സ്തോത്രം. എന്നാലേ കയീൻ തന്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞു. ഈ ചില കാര്യം മനസ്സിൽ തീരുമാനിച്ചേച്ച് ചിരിച്ചോണ്ട് തോളെ കൈയിട്ടേച്ച് ഹാബേലിനോട് പറയാം, നമുക്കൊന്നിച്ച് വയലൊന്ന് വിസിറ്റ് ചെയ്തേച്ച് വരാം. നിങ്ങൾ ആ അർത്ഥത്തിന് വേണ്ടി എടുക്കാൻ. പക്ഷെ ഉള്ളിലൊന്ന് വെച്ചോണ്ട് പുറത്തൊന്ന് പ്രകടിപ്പിക്കുന്ന ധാരാളം കായീന്മാർ നമ്മുടെ വീട്ടിലുണ്ട്. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. ഉള്ളിലൊന്ന് വെച്ചോണ്ട് പുറത്തൊന്ന് വെളിപ്പെടുത്തുക. അവനെ കൊണ്ട് പോയി. അടുത്ത വാക്യം കൂടെ വായിച്ചേ. അവർ വയലിലിരിക്കുമ്പോൾ കയീൻ തന്റെ അനുജനായ ഹാബേലിനോട് കയർത്തു, അവനെ കൊന്നു. ഞാൻ നിങ്ങളോട് പറയാം, ഉള്ളി കല്ലിപ്പുണ്ട്, ദേഷ്യപ്പെടാൻ ഒരു കാരണവും വേണ്ട. ചിലർ കാണത്തില്ലയോ, ഇന്ന് വൈകിട്ടൊരു പ്രശ്നമുണ്ടായ ചിലർ അന്നൊന്നും പ്രകടിപ്പിക്കത്തില്ല, പിറ്റേന്ന് വൈകിട്ട് അത് പ്രകടിപ്പിക്കുമ്പം വീട്ടിലുള്ള സ്ത്രീകൾ നല്ലവരാന്നേ പറയും, ഇന്നലെ കൊണ്ട കാർമേഘം എൻ്റെ പൊന്നച്ചായ ഇന്ന് പെയ്യിക്കല്ലേ. ചിലർ വൈബ്രേഷൻ അടിക്കുമ്പോഴേ നമുക്കറിയാം വിഷയം വേറെയാ. നിങ്ങളാരും സ്തോത്രം പറയുന്നില്ലല്ലോ. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണം. വയലിൽ ചെന്നപ്പോൾ ഇവർ രണ്ടും കൂടെ പറഞ്ഞു കാണും,
ഓ എന്തോ നല്ല വയലാ, പറഞ്ഞുകൊണ്ടിടുന്നതിനല്ല കയർത്തു. അവനെ കൊന്നു. ആ, പിന്നെ യഹോവ കയീനോട്, കൊന്നേച്ച് തിരിച്ചു പുള്ളി കത്തിയും കഴുകി കുളിയും കഴിഞ്ഞ് കേറിപ്പോരുമ്പോ പിന്നെ യഹോവ കയീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെ ചോദിച്ചു. കായീനെ, ഹാബേൽ എവിടെ? ഹാബേൽ എവിടെ എന്ത് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജന്റെ കാവൽക്കാരനോ എന്നവൻ പറഞ്ഞു. ആരോടും മറുപടി പറയുവൻ. എടാ, ദൈവം പറഞ്ഞാൽ തിരിച്ചു പറയുമെങ്കിൽ നീ പറഞ്ഞാലോ? ഒന്ന്, ആദമ്യ കുടുംബത്തിൽ രക്തബന്ധങ്ങൾ തമ്മിൽ ശത്രുക്കളായി. ഉൽപ്പത്തി പുസ്തകത്തിലെ രണ്ടാമത്തെ സംഭവം. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 18 വാക്യം. ഉൽപ്പത്തി പുസ്തകം 37 18 വാക്യം. അവർ അവനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്ത് വരും മുമ്പ്. കണ്ടോ, രക്തബന്ധങ്ങളിൽ നിന്നുണ്ടാകുന്ന എതിർപ്പാ പറയുന്നത്. സ്തോത്രം. ഇതാരുടെ ചരിത്രമാ? യോസഫിന്റെ ചരിത്രം. എന്തിനാ ഈ ദൂതെല്ലാം വെളിപ്പെടുത്തുന്നേ? നിനക്കെതിരെ മാനുഷിക കരങ്ങൾ ചലിക്കുന്നെങ്കിൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ അതിന്മേൽ വിടുതലുണ്ടാകും. ഓ ഹല്ലേലൂയ. വചനത്തിലെ വാക്യം കേട്ടോ, ശത്രുക്കളുടെ മുൻപിൽ തന്നെ. ബാക്കി പറയോ? അവൻ വിരുന്നൊരുക്കുന്ന ദൈവം. ആത്മാവ് പ്രവചിക്കുക, നിന്നെ തീർക്കുമെന്ന് പറഞ്ഞവന്റെ മുമ്പിൽ വെച്ച് തന്നെ നിനക്ക് തീന്മേശ ഉണ്ടാക്കാൻ. ഓ, എവിടൊക്കെയോ മാനുഷിക എതിർപ്പുകൾ പൊട്ടുന്നു, രക്തബന്ധങ്ങളുടെ എതിർപ്പുകൾ പൊട്ടുന്നു. ഓ, അസൂയ നിമിത്തം നിന്റെ കുടുംബത്തിനെതിരെ എഴുന്നേറ്റ വാക്കുകൾ. ഈ മാനുഷിക എതിർപ്പ് വന്നാൽ പിന്നെ മനസാക്ഷിയില്ല. ഈ സഹോദരങ്ങൾക്ക് ദ്രോഹം ചെയ്താലും സത്യത്തിൽ ഒരു മനസാക്ഷി വെച്ച് വേണ്ടായോ ദ്രോഹം ചെയ്യാൻ? വേണ്ടായോ? എന്നാൽ ചിലർക്ക് എന്തില്ല, അവരെന്തും ചെയ്യും. അന്യനോട് ചെയ്യുന്നതിലധികം രക്തബന്ധങ്ങളോട് ചെയ്യും. വചന വെളിപ്പാടാ ഞാൻ പറയും. എന്നോട് ദൈവത്തിൻ്റെ ആത്മ പറയാം, നിനക്കെതിരെ നീട്ടിയ ചില കൈ ഇന്ന് തിരിച്ചടിപ്പിക്കും ദൈവം. നിനക്കെതിരെ നീട്ടിയ ചില ചലനങ്ങൾ തിരിച്ചടിപ്പിക്കും ദൈവം. ദൈവത്തിന് ഇന്നത് ചെയ്തേ പറ്റൂ. കാരണം നിന്റെ ഡെലിവറൻസിന്റെ സമയമായി, നിന്റെ വിജയത്തിന്റെ സമയമായി. നിന്റെ ഗതികേടിന്റെ പിമ്പിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. ദൂരേന്ന് വരുന്ന കണ്ടപ്പോ അവര് പറഞ്ഞു, ദേ സ്വപ്നക്കാരൻ. അതാ സ്വപ്നക്കാരൻ വരുന്നു. വരുവീൻ, നാം അവനെ കൊന്നൊരു കുഴിയിലിട്ട് കളക, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞെന്ന് നമുക്ക് എന്ന് പറയാം. ഈ ഇവന്മാരുടെ ഈ എതിരാളികളുടെ പ്രത്യേകത, ഒറ്റ മിനിറ്റ് കൊണ്ടൊരു കഥയുണ്ടാകും. ഇവരെന്താ നോവലിസ്റ്റ് ആകത്തെന്നാണ് എൻ്റെ ഒരു കഥയുണ്ടാക്കാൻ ഇതുപോലെ ബിരുദന്മാർ. അവൻ പറഞ്ഞു, ഇവനെ പിടിച്ച് ഇവന്റെ ഉടുപ്പ് വലിച്ചു കീറി. ഉടുപ്പ് നുള്ളിക്കീറാനൊക്കെ ഇവരെ പോലെ ബിരുദന്മാർ. ഒരു മൃഗം കടിച്ചു കീറുന്ന ഷേപ്പിൽ അവരും ഉടുപ്പ് വലിച്ചു കീറുന്നു. പൊട്ടക്കൊടിക്കകത്തിട്ടു. നോക്കേ, ഇസ്മായിലിലെ കച്ചവടക്കാർക്ക് വിറ്റിച്ച പൈസ പോക്കറ്റിൽ വിട്ടു. എന്നിട്ട് ആടിന്റെ ചോരയെ മുക്കി ഉടുപ്പും പിടിച്ചോണ്ട് അപ്പച്ചൻ്റെ അടുക്ക ചെന്നിട്ട് ചോദിക്കാം, ഈ പച്ച പുള്ളിയുള്ള ഉടുപ്പ് മോൻ്റെ അല്ലയോ? അപ്പം പറഞ്ഞാതെ, അയ്യോ ഞങ്ങൾക്ക് വഴിയിൽ. അപ്പാ, കള്ളക്കഥ കേട്ട് കരയല്ലേ, അതല്ല യാഥാർത്ഥ്യം. അപ്പനവിടെ ഒരു കുഴപ്പം പറ്റി. പിള്ളാരുടെ കഥ കേട്ട് കരയാൻ തുടങ്ങി. അപ്പൻ ഒരു നിമിഷം പ്രാർത്ഥിച്ചതെങ്കിൽ ഇത് കള്ളക്കഥയെന്ന് മനസ്സിലായി. മിണ്ടുന്നില്ല. ചിലരുടെ ലക്ഷ്യം നിന്നെ കരയിപ്പിക്കുന്നതാ, ചിലരുടെ ലക്ഷ്യം നിന്നെ ദുഃഖിപ്പിക്കുന്നതാ. പക്ഷെ അങ്ങനെ കരയാനുള്ളവൻ അല്ല നീ. ഓ, യേശുവിന്റെ നാമത്തിൽ നീ കരയുന്ന കണ്ട് ചിലര് ചിരിക്കുന്നു. ഒരാമയും വരുന്നില്ല. നീ കരയുന്ന കണ്ട് ചിലര്. പക്ഷെ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, കണ്ണുനീരൊരു വേദയ. കണ്ണുനീര്, ഞാനൊരു വെളിപ്പാട് പറയാം. ഇന്നും നിന്നെ കരയിച്ചവർ ജീസസ് അവര് ചിരിക്കുക. എന്നാൽ അല്പം കഴിയുമ്പോൾ നോക്കിക്കോ, കണ്ണുനീര് വിതച്ച നീ കൊയ്യും.
നിന്നെ കരയിപ്പിച്ചവർ നിന്റെ കരച്ചിലിൽ ചിരിച്ചവർ കരയും. കണ്ണുനീരെന്താണ്? ഒരു വിധയ. ഞാൻ എന്നോട് ദൈവാത്മാ പറയാ, ചില വിഷയത്തിൽ ഇനിയും കരയേണ്ടി വരത്തില്ല. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറയാം, ചില വിഷയത്തിൽ ഇനി കരയേണ്ടി വരത്തില്ല. ഹോ ഹല്ലേലൂയ. ചിലരോട് ഞാൻ പ്രവചിക്കുക, നിന്റെ കുഞ്ഞിന്റെ വിഷയത്തിൽ ഇനിയും കരയേണ്ടി വരത്തില്ല. കാര്യം ആ കണ്ണുനീര് കൊയ്യാറായി, അത് മറുപടിയായി. രക്തബന്ധങ്ങൾ നോക്കി നിൽക്കേ. നീ ഇന്ന് കരഞ്ഞപ്പോൾ ഇന്നലെ ചിരിച്ചവർ നാളെ നീ കൊയ്യുമ്പോൾ അവര് കരയും. വല്ലോരുടെയും കള്ളക്കഥ കേട്ട് നീ കരയല്ലേ? ഒന്ന് തൊട്ടച്ച് പറ, കള്ളക്കഥ കേട്ട് കരയല്ലെന്ന് പറ. ആരാണ്ട് കഥ പറഞ്ഞു പിടിപ്പിക്കുമ്പം നീ ദൈവത്തോട് ചോദിക്കണം, കർത്താവ് ഈ കഥ കള്ളക്കഥയാണോ? യാക്കോബിനോട് ചോദിച്ച, യാക്കോബേ നീ മുട്ടുകുത്തി കരഞ്ഞിട്ട് കണ്ണുനീര് വിതയാന്ന് പറഞ്ഞ് നിനക്ക് എന്താ കൊയ്ത്തുണ്ടോ? എനിക്കുണ്ടായ കൊയ്ത്തോ ജീസസ്, എനിക്കുണ്ടായ കൊയ്ത്ത് ഒരു ജന്മം പറഞ്ഞാൽ തീരത്തില്ല. എൻ്റെ മകനെ കുറിച്ച് കള്ളക്കഥ പറഞ്ഞവന്മാരെല്ലാം ഭിക്ഷപാത്രം എടുത്തപ്പോൾ ജീസസ് എന്നെ കൊട്ടാരത്തിലെ തേര് വരുത്തിച്ച് ആരാധിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയാ, ജീസസ് നിന്നെ കരയിപ്പിച്ചവർ നീ കൊയ്യുന്ന കാണുമ്പോൾ കരയും. തിരിച്ചറിഞ്ഞ ആമീൻ പറഞ്ഞാട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാനൊരു സന്ദേശം പറയാം. യോസഫിനെ പൊട്ടക്കുഴിക്കകത്തിട്ട് ഉടുപ്പും വലിച്ചു കീറി ഇസ്മായിലിലെ കച്ചവടക്കാർക്ക് വിറ്റിട്ട് ഒരു ചരിത്രകാരൻ എഴുതിയേക്കുന്നൊരു കഥയുണ്ട്, ഒരു ഭാവനയുണ്ട്. അതോടെ ഞാൻ പറഞ്ഞിട്ട് ഈ ഭാഗത്തുനിന്ന് പോകാം. ഈ പൈസയും കൊണ്ട് ഇവന്മാർ വീട്ടിൽ ചെന്നു. ഈ പൈസ എടുത്തൊരു ചെരുപ്പ് പോലും വാങ്ങിച്ചിടാൻ പറ്റുകയില്ല. വാങ്ങിച്ചിട്ട് അപ്പം ചോദിക്കും, എവിടുന്നാളാ പുതിയ ചെരുപ്പ്, എവിടുന്നാളാ പുതിയ ഉടുപ്പ്? ശ്രദ്ധിക്കണം, ഒന്നും പറയാൻ പറ്റില്ല. ആ എഴുത്തിനകത്ത് എഴുതിയേക്കുന്നേ, ധാന്യം വാങ്ങിക്കാൻ പോയപ്പം ഈ പൈസയും കൂടെ അവർ കൊണ്ടുപോയി യോസഫിൻ്റെ കാഴ്ചവെട്ടിൽ വെച്ചു. ദൂത് യോസഫിനെ വിറ്റ കാശ് യോസഫിൻ്റെ കാഴ്ചവെട്ടി തന്നെ ദൈവം കൊണ്ടുവെപ്പിച്ചു. ഞാൻ ഇന്ന് ഈ ദൂത് നിന്നോട് പറയുമ്പോൾ, രക്തബന്ധങ്ങൾ നിന്നെ വിറ്റാലും നിനക്കെതിരെ പണം വാങ്ങിയാലും നീ പേടിക്കരുത്. ജീസസ് എൻ്റെ ദൈവത്തിന് എന്തോ ചെയ്യാനുണ്ട്. നിങ്ങൾ ഇനി എന്നെ ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ കായീൻ്റെ കാര്യത്തിൽ സ്തോത്രം, എതിരായി വെളിപ്പെട്ടത് ആരായിരുന്നു? സ്വന്തം സഹോദരൻ. യോസഫിൻ്റെ കാര്യത്തിൽ എതിരായി എഴുന്നേറ്റത് ആരാ? സ്വന്തം സഹോദരങ്ങൾ. മോശയോട് ചോദിച്ചേ, മോശയ്ക്കെതിരെ സംസാരിക്കുന്ന രണ്ട് നാവ് ആ വീട്ടിലുണ്ട്. ആരൊക്കെയാണെന്നറിയോ? അഹരോനും മിര്യാമും. നിന്റെ വീട്ടുകാർ തന്നെ നിന്റെ ശത്രുക്കൾ. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നു. ഒന്നാമത് വിരൽ ചൂണ്ടി മാനുഷിക ശക്തി, രണ്ടാമത് വിരൽ ചൂണ്ടി രക്തബന്ധങ്ങൾ. ചിലർക്ക് ഇത് രണ്ടുമല്ല, മൂന്നാമത്തെ എതിരാണ് പിശാച്. നിങ്ങൾ പഠിക്കേണ്ട ഒരു തലമുണ്ട്, അവിടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങാം. നമുക്കെതിരെ പിശാച് ഒരു പ്രവൃത്തി അഴിച്ചു വിട്ട ഉടനെ നമുക്കൊരു സംശയമുണ്ട്, അതിൻ്റെ പിമ്പിൽ ഒരു വ്യക്തിയുണ്ടോ? പല പൈശാചിക എതിർപ്പിനും പിമ്പിൽ വ്യക്തികളില്ല, പിശാച് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ വിശ്വസിക്കത്തില്ല. സ്തോത്രം. ചോദ്യം, ഇയ്യോബിനെതിരെ സാത്താൻ ഫൈറ്റ് ചെയ്യാൻ എഴുന്നേറ്റു. ചോദ്യം, ആ സാത്താന്യ ശക്തിക്ക് പിമ്പിൽ വ്യക്തി ഉണ്ടായിരുന്നോ? പറ, ഉണ്ടോ? ഇല്ല. ഈ ഒരാൾക്ക് എതിരാകുന്നത് സത്യത്തിൽ അസൂയ വരുമ്പോഴാണ്, അല്ലയോ? ഇല്ലയോ? ഈ മുന്തിരിത്തോട്ടം ചീരത്തോട്ടാക്കാൻ കാര്യം എന്താ? അവർ രാവിലെ എഴുന്നേറ്റിങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര തിളങ്ങി നിൽക്കുന്ന മുന്തിരിത്തോട്ടം. നേരം പറഞ്ഞു, ഇസബേൽ പറഞ്ഞു, എനിക്ക് ചീരയാണ് ഇഷ്ടം, ചുമന്ന ചീര. അതുകൊണ്ട് ഇത് വെട്ടിവെച്ച് നമുക്ക് എന്തുവാ? ചുമന്ന മുന്തിരിയാണ് ഇപ്പം നിൽക്കുന്നത്, പക്ഷെ ചുമന്ന ചീര. നിന്റെ വീട് പെയിൻ്റ് അടിച്ചതാ ചിലരുടെ പ്രശ്നം.
നീ കഴിഞ്ഞ മാസം ഫുൾ ലോൺ ഇട്ടൊരു കാറ് ഓണത്തിന് ഓഫറിൽ വാങ്ങിച്ചു. അതാ ഇപ്പോൾ പുള്ളിയുടെ പ്രശ്നം. ഉണ്ടെന്നില്ല. നീ ആ പണ്ടത്തെ ഓടിട്ട വരലെന്ന് പുള്ളിക്ക് വരുമ്പോൾ പുള്ളിയെ നോക്കി പഠിക്കുക. ഇതാ ദൈവ മക്കൾ. എന്തുവാ പഴയ ഓട് ഇന്ന് വരെ മാറ്റിയിട്ടിട്ടില്ല. ഓട് മാറ്റിയിട്ട് വാർത്താ പറയും. അബ്രഹാമിന് എന്തോ ഉണ്ടായിരുന്നു. പുസ്തകം പഠിക്കാത്ത എൻ്റെ കുഴപ്പമല്ല. എന്തോ ഉണ്ടെന്ന് വായിച്ചാൽ നീ ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ എന്നെ ഞാൻ വലിയൊരു കാര്യത്തിലോട്ടാ വരും. അപ്പം മനുഷ്യൻ എതിർപ്പുള്ളതുപോലെ തന്നെ പിശാചും. ഞാൻ ഏറ്റവും കൂടുതൽ അസൂയുള്ള ആർക്കാ? പിശാചിനാണ്. പിന്നെ അവൻ്റെ കസിൻസിനും ഉണ്ട്. നമ്മുടെ ഇടയിലൊക്കെ അവൻ്റെ കസിൻസ് ഇരിപ്പുണ്ട്. അവർക്കും എന്തോ ഉണ്ട്. കാരണം എന്താണെന്നറിയോ? ഈ സാത്താൻ ദൈവത്തിനോടൊക്കെ ചെന്ന് പറയുമ്പോൾ നീ അവൻ്റെ കൈയുടെ പ്രവൃത്തിയെ, ആ ഭാഗം ഒന്ന് എടുക്കാവോ? യോബിൻ്റെ പുസ്തകം. നീ അവൻ്റെ കൈയുടെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. അങ്ങനെ ദൈവത്തോട് ആര് പറയുക? നീ അവനും അവൻ്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കേട്ടിട്ടില്ലയോ? സാത്താൻ ദൈവത്തോട് പറയാ, കർത്താവേ നീ അവനും അവൻ്റെ വീട്ടിനും അവൻ്റെ വീടിനും അവനുള്ള സകലത്തിനും. ഇവിടെ ദൈവമക്കൾ അത്യുച്ച ശബ്ദത്തോടെ ശ്രദ്ധിക്കണം. ഒരു ദുർശക്തിക്കും അടുക്കാൻ വയ്യാത്ത പോലെ നിനക്ക് ചുറ്റും വേലി കെട്ടുന്നവനാ ദൈവം. നിങ്ങൾ സത്യ സാത്താൻ ഇയ്യോബിന്റെ വീട്ടിൽ ചെന്നല്ല, വേലിക്ക് നിന്ന് എത്തി നോക്കി വെച്ച് ദൈവത്തിന്റെ അടുക്കച്ചു. എൻ്റെ കാരണം എന്താ? നീ കെട്ടിയ മതിലല്ല നിന്റെ കാവല്, ദൈവം കെട്ടിയ അഗ്നിത്തൂടാ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് ദൂത് ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ വീടിന് ചുറ്റും ദൈവം വേലി കെട്ടിയതോർത്ത് ഒരു സ്തോത്രം ചെയ്തേ. എന്തോ വലിയ ദൈവപ്രവർത്തിയുടെ ഉറവ ദൈവം എന്നെ കാണിക്കുക. ദൈവത്തിന് സ്തോത്രം. വായിച്ചേ, വാക്യം വായിച്ചേ. നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആരനുഗ്രഹിച്ചു? ദൈവം. അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. ദൈവം ഇയ്യോബിന്റെ ഫാമിലോട്ട് എപ്പോഴും ഇങ്ങനെ മൃഗങ്ങളെ കയറ്റിയ വണ്ടി വരുക. ഇത് കണ്ടപ്പോൾ ഇവർക്ക് അസൂയ. പിന്നെ അതെല്ലാം ചത്തെന്നറിഞ്ഞപ്പോൾ സന്തോഷമായി അവർക്ക്. വലിയ പൊളപ്പങ്ങ് കഴിഞ്ഞല്ലോ എന്ന് പറയാം. അപ്പോളെ വലിയ ആ ജാടയൊക്കെ അങ്ങ് തീർന്നല്ലോ. ഇപ്പം സമാധാനമായല്ലോ. കണ്ടോ? ആർക്കാ? സാത്താൻ. ഭയങ്കര ഹാപ്പിയായി. അയ്യോ ഇപ്പോൾ നീ ഒന്നുമില്ലാതാവുന്ന സാത്താന് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം ബൈബിളിലെ ചില ഭാഗങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഞാൻ കൊണ്ടുവരാം. നിങ്ങൾ എൻ്റെ കൂടെ, ഞാൻ എല്ലാം ഒന്നും പ്രസംഗിക്കാനുള്ള നേരമില്ല. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം. അവൻ ഭൂമിയിലെല്ലാം ഊടാടി സഞ്ചരിക്കുന്നു. ഭൂമിയിലെല്ലാം എന്തു ചെയ്യാ? ഊടാടി സഞ്ചരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 5:8 നിന്റെ പ്രതിയോഗിയായ പിശാച് അലറുന്ന. അപ്പോൾ 1 ഊടാടി നടക്കുന്നു, 2 അലറിക്കൊണ്ട് നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകം 2:27 ഭക്തന്മാരെ ബാധകളാൽ ബാധിക്കാനുള്ള പദ്ധതി ഇടുന്നു. വല്ലാത്ത ബാധകളാൽ ബാധിക്കാൻ. ചില രോഗം ബാധിച്ചാൽ അത് അവരെയും കൊണ്ടേ പോകും. ആ ബാധ പൊട്ടുന്നത് ആരാധനയിലാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആരോടൊക്കെയോ ദൈവാത്മാ പറയാം, നിന്റെ ഏതെങ്കിലും മേഖലയെ സാത്താൻ ബാധിച്ചെങ്കിൽ ഇന്നത്തെ ആരാധന ആ ബാധ പൊട്ടണം. തിരിച്ചറിഞ്ഞു സ്തോത്രം ചെയ്യുക. ചില വസ്തുക്കൾക്കകത്തുനിന്ന് വിടുതൽ നടക്കും. ചില കുടുംബങ്ങൾക്കകത്തുനിന്ന് വിടുതൽ നടക്കും. യെസ്, സ്തോത്രം. യൂദാ സുവിശേഷത്തിൽ നടക്കുന്നതിനൊന്നും പിശാചിന് ഒരു എതിരുമില്ല. അപ്പോൾ എടുത്ത് ഉയർത്തിപ്പിടിച്ച് എല്ലാവർക്കും വിളമ്പുമ്പം യൂദ എത്ര ഹല്ലേലൂയ പറഞ്ഞാലും സാത്താൻ ഒരു കുഴപ്പമില്ല. സാത്താൻ ഒരു കാര്യം തീരുമാനിച്ചു, യൂദായെ ഒരു ഒറ്റുകാരനാക്കുമെന്ന് തന്നെ തീരുമാനിച്ചു. സ്തോത്രം. എന്തുവാ യൂദായെ? 3 ഹല്ലേലൂയ പറഞ്ഞതുകൊണ്ട് 3 ആഴ്ച യോഗത്തിന് വന്നുകൊണ്ട് 4 മാസം കൈയടിച്ചുകൊണ്ട് ഒന്നുമല്ല. ഒരു 50 വർഷമൊക്കെ വിശ്വാസത്തിൽ നിന്നവർക്ക് സത്യത്തിൽ അവാർഡ് കൊടുക്കണം. വേണ്ടുന്നില്ല. എന്തെല്ലാം ത്യാഗം സഹിച്ച് അവർ നിൽക്കുന്നെന്നറിയാമോ? സ്തോത്രം. ഇന്നലെ കുരുത്തു വന്ന തകര നാളത്തെ വെയിലത്ത് വാടും. പക്ഷേ ഇത് വാടുകൾ തീയിൽ കുരുത്തതാ. തിരിച്ചറിഞ്ഞ രാമിയും പറ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ദൈവത്തിന് സ്തോത്രം. യൂദായെ ഒറ്റുകാരനാക്കാനാണ് പിശാചിൻ്റെ പ്ലാൻ. ശൗല് രാജാവാ, പക്ഷേ അവനെ ഒരു കണ്ണുകടിക്കാരനാക്കാനാണ് സാത്താൻ്റെ പ്ലാൻ.
ഞാൻ ഈ പ്ലാനൊക്കെ പറയുമ്പോൾ ഈ പ്ലാൻ വല്ലതും നിങ്ങളുടെ മേലുണ്ട് എങ്കിൽ, ദൈവം അഭിഷേകം ചെയ്ത് ദാവീദിനെതിരെ ശൗല് കുന്തമെടുക്കുന്നവനാക്കാൻ പിശാച് പ്ലാൻ ചെയ്യുന്നതിനെ, പ്രാർത്ഥിക്കുന്നതിനെതിരെ കുന്തമെടുത്തോളാൻ. അങ്ങനെ പലരും ഇപ്പോഴും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ശിമോനെ സാത്താൻ പറയാൻ വന്നത് ഗോതമ്പ് പോലിട്ട് പാറ്റാണ്, കൊടുത്തില്ല. പാറ്റാഞ്ഞിട്ട് തന്നെ പുള്ളി വലിയ കുഴപ്പമുണ്ട്. പാറ്റി കൂടെ ചെയ്താലോ? സ്തോത്രം. ദൈവം പൗലോസിന്റെ ആഗ്രഹത്തെ 2 വട്ടം തടഞ്ഞെന്നാ ബൈബിൾ. സ്തോത്രം. 1 യോഹന്നാന്റെ ലേഖനത്തിൽ എഴുതിയത് പറഞ്ഞു നിർത്തുക, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ. ഓ ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയാം, മാനുഷിക ശക്തിയോ രക്തബന്ധങ്ങളോ പിശാചോ നിനക്കെതിരെ എഴുന്നേറ്റാൽ ദൈവം എന്നോട് പറയുക, ഇന്ന് നിനക്ക് അതിന്മേൽ വിടുതലുണ്ട്. ചില മാനുഷിക ശക്തികൾ, ചില ജാതീയ ശക്തികൾ, ചില പൈശാചിക ശക്തികൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ നിന്റെ കുടുംബത്തിൽ നിന്ന് കെട്ടഴിയുക. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. അടുത്ത 5 മിനിറ്റ് ഞാൻ പ്രസംഗം നിർത്തി പ്രാർത്ഥിക്കും. പൗലോസ് പറയാ, എനിക്ക് വലുതും സഫലവുമായൊരു വാതിൽ ദൈവം തുറന്നിരിക്കുന്നു, പക്ഷെ എതിരാളികൾ പലരുണ്ട്. നിങ്ങൾ ഇനിയും എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കിടന്നേ. അടുത്തിരിക്കുന്ന ആളൊന്ന് കൈ കൊടുത്ത് പറഞ്ഞാൽ, ദൈവം ഒരു വാതിൽ തുറന്നിരിക്കുന്നെന്ന് പറയും. ദൂതിൻ്റെ പ്രധാന ഭാഗത്തേക്ക് വരിക. ദൈവം ഒരു വാതില്, ഞാനൊരു ആത്മാവിലൊരു ശബ്ദം കേൾക്കുന്നു, ഒരിക്കലും തുറക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് നിനക്കൊരു വാതിൽ ദൈവം തുറന്നു വെക്കുക. ആ വാതിൻ്റെ പേരാ വലുതും സഫലവും. ഈ വേദപുസ്തക ചരിത്രത്തിൽ, ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം, ഞാൻ പെട്ടെന്ന് നിർത്തുമേ. വേദപുസ്തക ചരിത്രത്തിൽ ദൈവം വാതിൽ തുറന്ന ധാരാളം സംഭവങ്ങളുണ്ട്. അതിനകത്ത് ഒരു സംഭവം പറയാം. ദൈവം കൽപ്പിച്ച് വാതിൽ തുറന്ന ചരിത്രമുണ്ട്. ദൈവം കൽപ്പിച്ച് വാതിൽ തുറക്കുക. എന്നോട് ദൈവാത്മാ പറഞ്ഞു, ഇന്നും ഞാൻ ചിലരുടെ മേൽ കൽപ്പിക്കും തുറക്കാൻ. വായിക്കാം 78-ാം സങ്കീർത്തനം 23-ാം വാക്യം. ഇനി ദൂതിന്റെ വെളിപ്പെടുത്തലോട്ട് വരിക. 78-ാം സങ്കീർത്തനം 23-ാം വാക്യം ശ്രദ്ധിച്ചോ. അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിന്റെ വാതിലുകളെ തുറന്നു, ആകാശത്തിന്റെ വാതിലുകളെ തുറന്നു, അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചു. ഇങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം കൽപ്പിച്ച ചിലത് ഓപ്പൺ ആവും. ദൈവം കൽപ്പിച്ചത് ഓപ്പൺ ആയാൽ നിന്റെ വീട്ടുമുറ്റത്ത് ചിലത് പൊഴിയും. വിശ്വാസം കൊണ്ട് ഒരു സ്തോത്രം ചെയ്യുക. നിന്റെ കുടുംബത്തിൽ ആരും അനുഭവിക്കാത്തത് നിന്റെ വീട്ടിൽ പൊഴിയും. നിന്റെ ഇന്ന് ദൂതാശീർവാദം പറയുന്നതിന് മുമ്പ് എഴുതിയിട്ടോ, നിനക്ക് വേണ്ടി ചിലത് കൽപ്പിച്ചു തുറക്കും. അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിന്റെ വാതിലുകളെ തുറന്നു. വാതിലല്ല, വാതിലുകളെ തുറന്നു. ഒന്നിൽ കൂടുതൽ ഡോറുകൾ നിനക്ക് മുമ്പിൽ ഓപ്പണായി വരിക. എത്ര പേർക്കത് കാണാൻ കഴിയും? നീ കുറെ നാളുകൊണ്ട് മുട്ടി വിളിച്ച വിഷയം, കുറെ നാളുകൊണ്ട് കരഞ്ഞ വിഷയം, നിന്റെ രക്തബന്ധങ്ങൾക്ക് ആശ്ചര്യമാകത്തക്കവണ്ണം ആ വാതിൽ തുറന്ന് ദൈവം കൽപ്പിക്കുക. അവൻ മേഘം, ഇതിനകത്തൊരു തീ ആളിക്കത്തുന്നു. പ്രാർത്ഥിക്കുന്ന ചിലരോട് ഞാൻ പ്രവചിക്കുക, അവൻ മേഘങ്ങളോട് കൽപ്പിച്ചു. എനിക്ക് ദൈവം ഉറപ്പ് തരുന്നു, അല്പ ചില ആഴ്ചകൾക്കകത്ത് വാതിലല്ല, വാതിലുകളെ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ആഗ്രഹമുണ്ടോ ദൈവം ചിലത് പൊഴിച്ചു തരണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു? അന്ന് പൊഴിഞ്ഞത് മന്നായാണെങ്കിൽ ഇന്ന് പൊഴിയുന്നത് നീ ആഗ്രഹിച്ചതാ. ബൈബിൾ വായിച്ചോണ്ട് അവൻ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തെന്ന്. അങ്ങനെ അന്ന് ദൈവാത്മാവ് പറയാ, ദൈവം സ്വർഗത്തിൽ വാതിലുകളെ തുറന്നിട്ട് നിനക്ക് വേണ്ടത് നീ വിചാരിച്ച ഷേപ്പിൽ നിന്റെ വീടിനകത്ത് പൊഴിച്ച് വചനത്തിൽ റെവലേഷൻ സ്വീകരിക്കുന്നവർക്കായി സ്തോത്രം. ഇന്നും നിന്റെ വീടിനകത്തത് പൊഴിയണം, നിന്റെ ലൈഫിനകത്തത് പൊഴിയണം. നിന്റെ എന്തോ തടസ്സങ്ങൾ പൊട്ടുന്ന കാഴ്ച ഞാൻ കാണുകയാ. ദൂതിന്റെ വെളിപ്പെടുത്തൽ പറയാ, അവൻ പൊഴിച്ചു തരും. രണ്ടാമത്തെ ദൂതം അതുകൂടെ വായിക്കണം. ദൂത് 2, 3, 10 ഒന്നും അല്ല കിടക്കുക. എന്നാൽ രണ്ടാമത്തെ വായിച്ചു. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 12-ാം വാക്യം. സ്തോത്രം. സ്വർഗം തുറന്ന രണ്ടാമത്തെ സംഭവം. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു ഗോവണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്നരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ. ഇനി എന്നെ നോക്കി,
ഇവിടെ എന്തിനാ സ്വർഗം തുറന്നേ? പറയാം. സ്തോത്രം. സ്വന്തം വീടിൻ്റെ വാതിലടഞ്ഞു, ഭാവി അടഞ്ഞു, എല്ലാം അടഞ്ഞെന്ന് പറയുമ്പോൾ ദൈവ സ്വർഗം തുറന്നിട്ടേച്ച് പറയുക, തീർന്നില്ല, ഇനിയും നിനക്ക് ഭാവിയുണ്ട്. അങ്ങനെങ്കിൽ യാക്കോബിന് മുമ്പിൽ വാതിൽ തുറന്നത് ഭാവി പറയാനാ. എന്നോട് ദൈവാത്മാ പറയാ, ഇന്ന് ദൂത് തീരുന്നതിന് മുമ്പ് നിന്റെ കുഞ്ഞിന്റെ ഭാവി ദൈവം പറയും, നിന്റെ വീടിന്റെ ഭാവി ദൈവം പറയും. അവസാനിക്കാൻ പോവല്ല, അസ്തമിക്കാൻ പോവല്ല, തീരാൻ പോകുവല്ല, ദൂതിനെ സ്വീകരിക്കുന്നവർക്ക് നിന്റെ ഭാവി, നിന്റെ ഭാവി യേശുവിന്റെ നാമത്തിൽ നീ തീരാൻ പോവല്ല യാക്കോബേ, അവസാനിക്കാൻ പോവല്ല, ഇനിയും നിനക്ക് ഫ്യൂച്ചർ ഉണ്ട്. നല്ല ആമയും പറഞ്ഞാട്ട്, ആർത്ത് വിളിച്ചൊരാമയും പറ, ആർത്ത് വിളിച്ചൊരാമി. എന്നോട് ദൈവം ചിലരുടെ ഭാവിയുടെ ചുറ്റഴിഞ്ഞു പോവുക. ശത്രു നിന്നെ ബ്ലോക്ക് ചെയ്തെങ്കിൽ ഇന്നത്തെ പ്രയറിൽ ആ ബ്ലോക്ക് പൊട്ടുക. ഇതിനകത്ത് ദൈവദൂതന്മാർ ശുശ്രൂഷിക്കാൻ ഇറങ്ങുക. ചില വീടുകൾക്കകത്ത് പൊഴിയാൻ പോവുക, ചില കുടുംബങ്ങൾക്കകത്ത് നന്മ പൊഴിയാൻ പോവുക. വിശ്വാസത്താൽ സ്വീകരിച്ച് ഇന്ന് ദൂത് തീരുന്നതിന് മുമ്പ് നിനക്ക് വലുതും സഫലവുമായ ഒരു വാതിൽ. ഞാനൊരു കാര്യം പറയാം, പിടിച്ചാൽ കിട്ടാത്ത പോലെ ചിലരുടെ ഭാവിയെ ദൈവം വേറെ റൂട്ടിൽ കൂടെ കൊണ്ടുപോവുക. നീ വിചാരിച്ച പോലെ ഒന്നുമല്ല നടക്കാൻ പോകുന്നേ. ചില മാനുഷിക എതിർപ്പുകൾ തോറ്റുപോകും. അവർക്ക് നിന്നെ ഫോളോ ചെയ്യാൻ പറ്റാത്ത അന്തരീക്ഷം ദൈവം ഉണ്ടാക്കും. അവർക്ക് നിന്റെ പുറകെ വരാൻ പറ്റാത്ത അന്തരീക്ഷം. യെസ് പ്രാർത്ഥിക്കുന്ന ചിലരോട് ദൈവം പറയുക, വിശ്വസിച്ചോ, ചില രക്തബന്ധങ്ങളോ എതിർപ്പുകളെ ഇന്ന് ബ്രേക്ക് ചെയ്യും. പൗലോസ് പറയുക, ഞാൻ പെന്തിക്കോസ് വരെ എഫെസോസിലുണ്ട്. കാരണം എന്താണെന്നറിയോ? എനിക്ക് വലുതും സഫലവുമായ വാതിൽ തുറന്നിരിക്കുക. പക്ഷേ എതിരാളികൾ ഒരാളല്ല, പലരുണ്ട്. ദൈവം തുറന്നതിലോട്ട് നീ കാലെടുത്ത് വെക്കുമ്പോൾ, സ്തേഫാനോസിനെ കല്ലെറിയാൻ ആളുകൂടി. എറിയുമ്പോൾ അവൻ പറയുക, ദാ സ്വർഗം തുറന്നിരിക്കുന്നു, ദൈവപുത്രൻ എഴുന്നേറ്റ് നിൽക്കുന്നു. കാരണം എന്താ? സ്തേഫാനോസേ, നിന്റെ ആയുസ്സിനെ ഒടുക്കുന്നവന് രണ്ട് കൈയും നീട്ടി എഴുന്നേറ്റ് നിന്ന് യേശു സ്വീകരിക്കുന്നു. തിരസ്കരിക്കപ്പെട്ടവരുടെ മുമ്പിൽ സ്വീകരിക്കാൻ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ സ്വർഗം തുറന്നിട്ടേക്കുന്ന എന്തോനാ? മേലാൽ സംഭവിപ്പാനുള്ളത് നിനക്ക് കാണിച്ചു തരാൻ, ഭാവി പറയാൻ യാക്കോബിന് തുറന്നെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത് നിന്റെ ഭാവി കാണിച്ചു തരും. വിശ്വാസം കൊണ്ട് സ്തോത്രം ചെയ്യുക. നിനക്ക് വലുതും സഫലവുമായ ഒരു വാതിൽ. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുക. അവൻ കൽപ്പിച്ചിട്ട് ചിലത് പൊഴിയും. വിശ്വസിക്കുക, നിന്റെ വീട്ടിൽ മഞ്ഞിൽ പൊതിഞ്ഞ് മന്ന തന്ന പോലെ, കാറ്റിൽ പൊതിഞ്ഞ് കടയ തന്ന പോലെ നിനക്ക് തമ്പുരാൻ ചിലത് പൊതിഞ്ഞു തരും. അടുത്ത് കൈ കൊടുത്ത് പറ, നിനക്ക് ചിലത് ദൈവം പൊതിഞ്ഞു തരുമെന്ന് പറ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ദൈവം ചിലത് പൊതിഞ്ഞു തരും. മനുഷ്യർ അടച്ച വഴികളെ നോക്കി നീ പേടിക്കേണ്ട. അവരുടെ മുമ്പിൽ നീ ദൈവം പൊതിഞ്ഞു തന്ന നന്മ പിടിച്ചോണ്ട് പറയും, ഇത് ദൈവം തന്ന നന്മ.